ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ മൂവി ലിറ്റിൽ ആർട്സ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യമേ തന്നെ പറയാം, ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നുമല്ല. എൻ്റെ ജസ്റ്റ് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ ഷെയർ ചെയ്യുന്നു. അങ്ങനെ മാത്രം കണ്ടാൽ മതി. സോ ലിറ്റിൽ ഹാർട്സ് സംവിധാനം ചെയ്തത് ഒരാളല്ല, രണ്ട് പേരാണ്. ആൻഡോ ജോസ് പെരേര ആൻഡ് എബി ട്രീസ പോൾ. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇതൊരു ചെറിയ സിനിമയാണ്. അതായത് ഒരുപാട് വലിച്ചു നീട്ടി ബോറടിപ്പിക്കാതെ പറഞ്ഞു പോകുന്ന ചെറിയൊരു സിനിമ. ഇതിൽ മെയിൻലി 3 പ്രണയങ്ങളാണുള്ളത്. ഒന്ന് ഷൈൻ ടോം ചാക്കോൻ്റെ പ്രണയം, 2 ഷെയ്ൻ നിഗം, മഹിമ നമ്പ്യാർ എന്നിവരുടെ പ്രണയം, മൂന്നാമതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, അതായത് ബാബുരാജും രമ്യ സുവിയും. അവരുടെ ഒരു കെമിസ്ട്രി തന്നെ കില്ലനായിരുന്നു. ഇത് ബാബുരാജിനെ നമ്മൾ വില്ലൻ വേഷങ്ങളിൽ കണ്ടിട്ടുണ്ട്, കോമഡി റോൾസിൽ കണ്ടിട്ടുണ്ട്, പക്ഷേ റൊമാൻറ്റിക് ആയിട്ട് അദ്ദേഹം ചെയ്യുന്നത് കാണുന്ന ആദ്യമായിട്ടായിരുന്നു. അവരുടെ ഒരു കെമിസ്ട്രിയും ആ ഒരു ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്ത ആ ലവ് സ്റ്റോറിയും അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും ബാബുരാജിൻ്റെ പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒരുപാട് ഡിപ്രസ്ഡ് കൈൻഡ് ഓഫ് റോൾസ് ചെയ്തിട്ടുള്ള ഷെയ്ൻ നിഗം. അതൊരു കംഫർട്ട് സോൺ പോലെയായിരുന്നു അദ്ദേഹത്തിന്. അതെല്ലാം മാറ്റി ഇപ്പോൾ RDXന് ശേഷം നല്ലൊരു ലൈവ്ലി ആയിട്ടുള്ള പെർഫോമൻസ് ഷെയ്ൻ നിഗത്തിന് അതിനകത്ത് കാണാൻ സാധിച്ചു. പിന്നെ എടുത്ത് പറയേണ്ട പ്രകടനം ഷൈൻ ടോം ചാക്കോൻ്റേതാണ്. കാരണം റീസെൻ്റ്ലി ഇറങ്ങി വന്ന മിക്ക സിനിമകളിലും അദ്ദേഹത്തിൻ്റെ തന്നെ മാനറിസംസാണ് നമ്മൾ ആ സിനിമയിൽ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ക്യാരക്ടറിന് എന്ത് വേണോ, എങ്ങനെ ബിഹേവ് ചെയ്യണോ അതേപോലെ തന്നെയാണ് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുള്ളത്. സൈലൻസ് വേണ്ടടുത്ത് സൈലൻസ്, എന്ന സംസാരിക്കേണ്ടടുത്ത് സംസാരം. അധികം ഒന്നും സംസാരിക്കാത്ത ഒരു ക്യാരക്ടറാണ് ഷൈൻ ടോം ചാക്കോ ഇതിനകത്ത് ചെയ്യുന്ന ഷാരോൺ എന്ന് പറയുന്ന ക്യാരക്ടർ. പക്ഷേ അത് ബ്യൂട്ടിഫുള്ളി പോർട്രേ ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് ദ ഫിലിം ആ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നായികമാർക്കും ഫിലിമിൽ അത്യാവശ്യം ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നും മുഴച്ച് നിൽക്കാതെ തന്നെ അവരുടെ നായികമാരുടെ റോൾസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. കഥയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റോൾസും ആയിരുന്നു ഇവരുടേത്. മഹിമ നമ്പ്യാർ, രമ്യ സുവി ഇവരെല്ലാം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമയിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സായിട്ട് വരുന്ന മറ്റ് ആക്ടേഴ്സ് ആരൊക്കെയെന്ന് ചോദിച്ചാൽ രഞ്ജി പണിക്കർ, മാല പാവതി, ജാഫർ ഇടുക്കി, ഷമ്മി തിലകൻ ഇവരൊക്കെ വരുന്നുണ്ട് സിനിമയിൽ. ഇവരെല്ലാവരും നല്ല ഡീസൻറ്റ് പെർഫോമൻസ് ആയിരുന്നു. അവരുടെ സീൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാനായിട്ട്. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ബാബുരാജിൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ബാബുരാജിൻ്റെയും ഷെയ്ൻ നിഗത്തിൻ്റെയും ആ ഒരു കെമിസ്ട്രി. ഒരു അപ്പൻ മകൻ ബന്ധമാണ് അവർ കാണിക്കുന്നത്. അപ്പോൾ അവരുടെ സീൻസ് എല്ലാം തന്നെ നല്ല രസമായിരുന്നു കണ്ടിരിക്കാനായിട്ട്. കുറേ ഹ്യൂമറും വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നാൽ വർക്കൗട്ട് ആവാതെ പോയ പല ഹ്യൂമറും റെഫറൻസും ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പോട്ടെ നോക്കാം. കാരണം വെറുതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഫൺ പടമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ക്യാമറ വർക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറിയും ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു 3 പേരുടെ ഒരു ലവ് സ്റ്റോറി, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന പ്രശ്നങ്ങളും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും തന്നെയാണ് ഈ സിനിമയിലുള്ളൂ. ഒരു ബ്രഹ്മാണ്ഡ പടം ഒന്നുമല്ല, ഒരു സിമ്പിൾ പടമാണ്. നമുക്ക് 2 മണിക്കൂർ, കറക്റ്റ് 2 മണിക്കൂർ അതിൻ്റെ റൺ ടൈം വരുന്നുള്ളൂ. ആ 2 മണിക്കൂർ വെറുതെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ലിറ്റിൽ ഹാർട്ട്, പടത്തിൻ്റെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. മറ്റ് പോസിറ്റീവ്സ് എടുത്ത് പറയാനാണെങ്കിൽ എല്ലാവരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മ്യൂസിക്കും നല്ലതായിരുന്നു. കേട്ടിരിക്കാൻ രസമുള്ളൊരു 3-4 സോങ്സ് ഇതിനകത്തുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്യാവശ്യം ഡീസൻ്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ക്യാമറ വർക്ക്, ലൂക്ക് ജോസ് ആണ് ഇതിൻ്റെ ക്യാമറ ചെയ്തിട്ടുള്ളത്. അതും നല്ല രസമായിരുന്നു. ക്യാമറയും ആ ലൈറ്റിംഗ് ഒക്കെ ബ്രില്യൻ്റ് ആയിരുന്നു. കുറേ നൈറ്റ് സീൻസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ ലിറ്റപ്പ് ആയിരുന്നു. ക്യാമറയും നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് പറയാനാണെങ്കിൽ ഡബ്ബിങ്ങിൻ്റെ പല സ്ഥലത്തും ഇഷ്യൂസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് മുതൽ ഇനീഷ്യലി ഒരു 15 മിനിറ്റ്സ് എനിക്കൊരു ഡബ്ബിങ് ഒരു ഔട്ട് ഓഫ് സിങ്ക് പോലെ എനിക്ക് തോന്നിയായിരുന്നു. അത് മിക്സിങ്ങിൽ വന്നൊരു മിസ്റ്റേക്ക് ആയിരിക്കാം ചിലപ്പോൾ. പിന്നെ എനിക്ക് തോന്നിയത് മേക്കപ്പാണ്. അതായത് മെയിൻലി മഹിമ നമ്പ്യാറിൻ്റെ മേക്കപ്പ് ഒരു ഇത്തിരി മുഴച്ച് നിന്നു. അതായത് ഒരു നാട്ടിൻപുറത്തുള്ള ഒരാളുടെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അവരെത്ര മോഡേൺ വേണമെങ്കിലും ആയിക്കോട്ടെ, എങ്കിൽ പോലും രാത്രിയിൽ വീട്ടിൽ നിൽക്കുന്ന കോസ്റ്റ്യൂമിൽ പോലും നമുക്ക് അവരുടെ മേക്കപ്പ് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതെനിക്ക് കുറച്ച് മുഴച്ച് നിന്നായിട്ട് തന്നെ തോന്നി. അതൊരു നെഗറ്റീവ് തന്നെയാണ്. പിന്നെ ഇതിൽ ഹ്യൂമറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതായത് ഹ്യൂമർ വർക്കൗട്ടാവാൻ നോക്കിയ ഒരുപാട് സീൻസ് ഉണ്ട്. പക്ഷെ അതിൽ ചിലതൊക്കെ ചീറ്റിപ്പോയിട്ടുണ്ട്. അതായത് ഒരു 40% തന്നെ ചീറ്റിപ്പോയിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് എല്ലാം മറന്ന് വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. ചെറിയൊരു സ്ക്രിപ്റ്റാണ്, ചെറിയൊരു ത്രെഡാണ്. പിന്നെ ഈ സിനിമയ്ക്ക് GCC കൺട്രീസിൽ ബാൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്നാണ് ഇനി നേരം വെളുക്കുക എന്നാണ് ഞാൻ ആലോചിക്കുക. അതായത് പലതും നോർമലൈസ് ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും വലിയ സംഭവമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വേറൊരു ടോപ്പിക്കാണ്, നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. വെറുതെ കണ്ടിരിക്കാൻ പറ്റുന്നൊരു വൺ ടൈം വാച്ചബിൾ, നമുക്ക് വെറുതെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു 2 hours നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് നമുക്ക് എന്തായാലും പ്രിഫർ ചെയ്യാം. സോ ഞാൻ ഇന്ന് കൊടുക്കുന്ന റേറ്റിംഗ് ഒരു വൺ ടൈം വാച്ചബിൾ എന്നുള്ളതാണ്. എനിക്കൊരു ഡീസൻറ്റ് വാച്ച് തന്നെയായിരുന്നു. ഒരുപാട് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഞാൻ ചുമ്മാ ഇഷ്ടപ്പെട്ട് തന്നെ കണ്ടിരുന്ന ഒരു സിനിമയാണ്. പിന്നെ ഇതൊരു സാധാരണക്കാരൻ്റെ ഒരു പടമാണ്. അതായത് പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എങ്ങനെ റിയാക്ട് ചെയ്യുമോ അത് തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്.
അപ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിലുള്ള സാധാരണപ്പെട്ട ആൾക്കാരുടെ ചെറിയ ഹൃദയങ്ങൾ സിനിമ തീരുമ്പോൾ, അതായത് കഥ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അവരുടെ മനസ്സിന് വരുന്നൊരു സ്പേസ് ഉണ്ട്. അതായത് അവരുടെ ചെറിയ മനസ്സുകൾ ഒന്ന് വലുതാവുകയാണ്. അപ്പോൾ ആ ഒരു മെസ്സേജാണ് ഇതിനകത്ത് കൺവേ ചെയ്യുന്നത്. അപ്പോൾ നമുക്കങ്ങനെ എല്ലാവർക്കും നമ്മുടെ മനസ്സ് ഒരിത്തിരി വലുതാക്കാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.